السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സയ്യിദുമാർ, പണ്ഡിതർ, മുതഅല്ലിമുകൾ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ SYSൻ്റെ നേതാക്കൾ, SSFൻ്റെ കൂട്ടുകാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകർ ഈ വടക്കൻ കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ വിശ്വാസി ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് മതഭൗതിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ ഉന്നതമായ മാതൃകകൾ തീർത്ത് 18 വർഷം മുമ്പ് ഇതുപോലൊരു ശഅബാനിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളുടെ അനുസ്മരണകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തങ്ങളുടെ ജീവിതം മുഴുക്കെ സമർപ്പിച്ച ഈ മുഹിമ്മാത്തിലെ കുല്യയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഹിമമി പണ്ഡിതന്മാർക്ക് ഈ ഉറൂസ് പരിപാടിയുടെ ആദ്യ ദിനത്തിൽ നമ്മൾ സനദ് നൽകി സമൂഹത്തിന് സമർപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിന് ദുആ ചെയ്ത യമനിൽ നിന്നുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട അഹ്ദൽ കുടുംബത്തിലാണ് താഹിറുൽ അഹ്ദൽ തങ്ങൾ ജനിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ദർസ് പഠിക്കുകയും ഇൽമ് നന്നായി മനസ്സിലാക്കി പഠനാനന്തരം 973 മുതൽ കാസർഗോഡ് ഈ വടക്ക് ഉറുമിയിൽ മുദരിസായി വരുന്നതോടുകൂടിയാണ് തങ്ങളുടെ കർമ്മമണ്ഡലം കാസർഗോഡായി മാറുന്നത്. ദർസ് കേവലം ഒരു മുദരിസ് എന്നതിലപ്പുറത്ത് സമുദായത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും വിദ്യാഭ്യാസ സംരംഭങ്ങൾ വ്യാപിക്കുന്നതിന്, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പരിസര മഹല്ലുകളിലെ പ്രധാനികളെ വിളിച്ചു ചേർത്ത് പ്രാസ്ഥാനികമായി മുന്നേറ്റമുണ്ടാക്കിയ നല്ലൊരു പ്രവർത്തകൻ കൂടിയായിരുന്നു താഹിറുൽ അഹ്ദൽ തങ്ങൾ. ഇന്ന് മുഹിമ്മാത്ത് അൽഹംദുലില്ലാ ഇവിടെ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം 3000-ലധികം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതിമാസം 3/4 കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനാവശ്യമായത് മുഴുവനും സാധുക്കളായ മുഅ്മിനീങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുഹിമ്മാത്തുൽ മുസ്ലിമീൻ പേര് കുറിക്കുന്നത് പോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് അത്യാവശ്യമായത് എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെടുന്നു, അവിടെയെല്ലാം തുണയായി മുഹിമ്മാത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അൽഹംദുലില്ലാ മുഹിമ്മാത്തിൻ്റെ പ്രഥമ സംരംഭം എന്നു പറയുന്നത് യതീംഖാന തന്നെയാണ്. താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉറുമിയിൽ ദർസ് നടത്തുന്ന സമയത്തു തന്നെ ആ ദർസിൽ യതീമുകൾക്ക് പ്രത്യേകം പരിഗണന നൽകി അവർക്ക് അറിവ് പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്ന അനുഭവങ്ങൾ പൂർവികർ ഓർത്തെടുക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സ്റ്റേജിന് പിറകുവശത്താണ് ആൺകുട്ടികളുടെ യതീംഖാനയുള്ളത്.
മക്കാമിൻ്റെ തെക്കുവശത്തായി വിശാലമായ ക്യാൻവസിൽ യതീമുകളായ പെൺകുട്ടികളടക്കം, പാവങ്ങളടക്കം, ഹിഫ്ള് പഠിക്കുന്നവരടക്കം, ശരീഅത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനികളായി വലിയൊരു ക്യാമ്പസ് ഉണ്ട്. യതീമുകളെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് 3 വർഷം മുമ്പ് ഇവിടെ അഗതി മന്ദിരത്തിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഉമ്മ നേരത്തെ മരണപ്പെട്ടതാണ്. ഉപ്പയാണെങ്കിൽ ഒരു പൊതു മുസ്ലിമും ആണ്. കാല് ഛേദിക്കപ്പെട്ട, ഒരു കാല് മുറിച്ചു മാറ്റപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. തീർത്തും പിതാവ് ജീവിച്ചിരിക്കെ അനാഥമായ ആ കുട്ടിയെ നമ്മൾ സംരക്ഷിക്കുന്നതിനിടയിലാണ് ആ കുട്ടിയുടെ പിതാവ് മരിക്കുന്നത്. മരിച്ചു മയ്യത്ത് പള്ളിയിൽ ദഫൻ ചെയ്യുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ആരോ പറയുന്നത്, ഈ മനുഷ്യനൊരു ആൺകുട്ടിയുണ്ട്. അവരന്വേഷിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥി നമ്മുടെ അഗതി മന്ദിരത്തിൽ എത്തിയിരുന്നത്. അങ്ങനെ മഹല്ലത്തുകാർ, ഉദ്യോഗസ്ഥർ നമ്മളെ ബന്ധപ്പെട്ട് ആ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ആ പിതാവിൻ്റെ ജനാസ കാണുന്നതിന് ആ വീട്ടിലേക്ക് പോവുകയാണ്, പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മയ്യത്ത് നിസ്കാരവും ദഫനൊക്കെ പൂർത്തിയാക്കുമ്പോൾ ഉപ്പ മരിച്ച ചെറിയൊരു കുട്ടി ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യമാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. അന്ന് ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ ആ കുട്ടിയെ ചേർത്തു പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ ഒരു ഉപ്പ മരിച്ചാൽ എന്തെല്ലാമാണോ ചെയ്യുന്നത് അത് മുഴുക്ക ചെയ്ത് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇപ്പോൾ മുഹിമ്മാത്തിലെ ദാറുൽ ഹബീബ് ഓർഫൻ ഗാർഡനിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തീർത്തും എല്ലാ അർത്ഥത്തിലും പിതാവ് മരിക്കുക മാത്രമല്ല, സാമ്പത്തികമായി അങ്ങനെ തീർത്തും അനാഥമാകുന്ന ഒരുപാട് ബാല്യങ്ങൾ ഈ ക്യാമ്പസിൽ താമസിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉറൂസിൻ്റെ ഭാഗമായി നമ്മുടെ ഓർഫൻ ഹോം കെയറിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ വിളിച്ചു ചേർത്തിരുന്നു. 12 വയസ്സിന് താഴെയുള്ള 463 വിദ്യാർത്ഥികൾക്ക്, യതീമുകൾക്ക് പ്രതിമാസം നമ്മൾ 1500 രൂപ വീതം വീട്ടിലേക്ക് നൽകുകയാണ്. നിയമപരമായും മറ്റും അത്തരത്തിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിക്കുന്നതിന് ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓർഫൻ ഹോം കെയർ എന്ന രീതിയിൽ നമ്മൾ സംരംഭം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്ഥാപനത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം യതീമുകളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതോ, ഈ കാസർഗോഡിൻ്റെ ഈ വടക്ക് മേഖലയിൽ നമ്മൾ കാണുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. മൈസൂർ കല്യാണം എന്നതുപോലെ നേരെ തലതിരിച്ചുള്ളൊരു പരിപാടി. കുറച്ച് ദൂരയിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ കല്യാണം കഴിക്കും. അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ വന്ന വഴിക്ക് ഉപ്പാണ്ട് തിരിച്ചു പോകും. ഈ ഉപ്പയെപ്പറ്റി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചനോ ഒന്നും തിരിയില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോഴാണ് പ്രയാസം. കുട്ടികൾ വലുതായി നിക്കാഹിനെത്തുമ്പോൾ ഉപ്പ ഉണ്ട്, ഉപ്പയെക്കുറിച്ച് വിവരമില്ല. നേരത്തെ തന്നെ കൂടുതൽ കോട്ടേഴ്സുകളുള്ള ഒരു ഇടമായി നമ്മുടെ ഈ നാട് മാറാനുള്ള കാരണം തന്നെ ഇങ്ങനെ കർണാടകയിൽ നിന്നും മറ്റും വന്ന് കല്യാണം കഴിച്ച് 4 or 5 മക്കളാകുമ്പോൾ വന്ന വഴിക്ക് വാപ്പ പോകുമ്പോൾ യതീമുകളല്ലാതെ, എന്നാൽ യതീമിനേക്കാളും കഷ്ടതയിൽ അനുഭവപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ഘട്ടത്താണ് ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ഈ വിശാലമായ 3 നില കെട്ടിടത്തിലായി അഗതി മന്ദിരം എന്ന് നമ്മൾ ഇപ്പോൾ പറയില്ലെങ്കിലും ദാറുസ്സിൽവാൻ എന്ന പേരിൽ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് പറഞ്ഞത് 2000-ഓളം വിദ്യാർത്ഥികൾ ഈ അഗതി മന്ദിരത്തിൽ നിന്ന് മാത്രം ഈ കഴിഞ്ഞ 32 വർഷത്തിനുള്ളിൽ പഠനം നടത്തി ഉന്നതമായ സ്ഥാനത്ത് അവരെത്തിയിരിക്കുകയാണ്. താഹിറുൽ ലഹദിൽ തങ്ങളുടെ ഈ 18ാമത് ഉറൂസ് മുബാറക്ക് സമാപിക്കുന്ന ഈ ദിവസം
കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ നിന്ന് മുഹിമ്മാത്ത് അഗതി മന്ദിരത്തിൽ 3ാം ക്ലാസ് മുതൽ പഠനം നടത്തി, SSLCക്ക് ശേഷം കുല്യയിൽ പഠനം നടത്തി ഹിമമി ബിരുദം നേടിയ, നിങ്ങളെ സഹായങ്ങളെ കൊണ്ട് വളർന്ന ഒരു ഹിമമി മർക്കസ് ലോ കോളേജിൽ കൂടി നമ്മുടെ സ്കോളർഷിപ്പോട് കൂടി പഠിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സേവനത്തിനിറങ്ങിയിരിക്കുകയാണ്. ഇതൊന്നു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം 23 വയസ്സ് പ്രായമുള്ള ഉമ്മയെ ഉപ്പ ഒഴിവാക്കിപ്പോഴപ്പോൾ ഏക മകനെ, ആ മകൻ ചീത്തയായി പോകരുത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അന്നത്തിന് വകയില്ലാതെ ആ ഉമ്മ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടാക്കിയതാണ്. ഇന്നും അവർക്ക് സ്വന്തമായി ഒരു കൂരയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കഷ്ടപ്പെടുന്ന, വിശക്കുന്ന ഒരു സമൂഹത്തിന് അന്നം നൽകുക എന്നുള്ളതാണ് നമ്മുടെ 2ാമത്തെ ലക്ഷ്യം. ഇന്റർവ്യൂ നടക്കുമ്പോൾ അഗതി മന്ദിരത്തിലേക്ക് നമ്മൾ അഡ്മിഷന് 1ാം പരിഗണന നൽകുന്നത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെയാണ്. പലപ്പോഴും സ്കൂളിലെയും മറ്റും റിസൾട്ടുകൾക്ക് അത് വലിയ ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ കഷ്ടപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുക എന്ന ആ വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നേരത്തെ ഇവിടെ ഈ ഭാഗത്ത് ചെയറിൽ ഇരുന്നിരുന്നത് ഇതുപോലെ തീർത്തും അനാഥരായ, സംരക്ഷിക്കാൻ ആളില്ലാത്ത ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ദാറുൽ അമാൻ സേഫ് ഹോമിലെ ആളുകളാണ്. മുഹിമ്മാത്തിലെ സേഫ് ഹോം മക്കൾ ഒഴിവാക്കുന്ന ഉപ്പമാരെ സംരക്ഷിക്കാനുള്ള ഇടം അല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. വൃദ്ധസദനമല്ല നമ്മൾ മുഹിമ്മാത്തിൽ തുടങ്ങിയിരിക്കുന്നത്. എൻഡോസൾഫാന്റെ ദുരിതങ്ങൾ പേറുന്ന എൺമകജറയും കാറടുക്കയും മറ്റു പഞ്ചായത്തുകൾക്ക് സമീപമാണ് നമ്മളുള്ളത്. എത്രയോ മക്കൾ, പലരും നമ്മളോട് പറയുന്നത് ഉമ്മക്ക് ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കണം എന്നാണ്. ജനിച്ചത് മുതൽ ബുദ്ധിക്കൊരു കുറവുമില്ല, പക്ഷേ എഴുന്നേറ്റ് ഇരിക്കുവാനോ എഴുന്നേറ്റ് നടക്കുവാനോ കഴിയാത്ത എൻഡോസൾഫാന്റെ ദുരിതബാധിത ഏറെയുള്ള ഇടത്ത് സേഫ് ഹോമുകൾ കൂടുതൽ അനിവാര്യമാണ്. നമ്മൾ ഒരിക്കൽ പോലും വൃദ്ധസദനമെന്നോ അല്ലെങ്കിൽ ഉപ്പ ഉള്ള ആളുകളെ മറ്റിടങ്ങളിൽ മക്കളുള്ളവരെ മറ്റുള്ളവിടങ്ങളിൽ സംരക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം അല്ല നമ്മുടെ സേഫ് ഹോം എന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. സേഫ് ഹോമിലുള്ളത് ആരുമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ മക്കളുണ്ട്, മക്കൾക്ക് ശാരീരികമായി മാനസികമായി വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ മക്കളെ കൊണ്ട് ഉപ്പയെ നോക്കാൻ കഴിയില്ല. ഉമ്മയാണെങ്കിൽ മരിച്ചിട്ടും ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രായമുള്ളവരെയും ചെറുപ്പക്കാരായ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളെയും മറ്റുമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ന് ഈ പള്ളിയുടെ വരാന്തയിൽ വളരെ നല്ല വസ്ത്രം ധരിച്ച ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. എന്തേ പള്ളിയിൽ കയറുന്നില്ലേ? തമാശക്ക് ചോദിച്ചതാണ്. സേഫ് ഹോമിലെ കണ്ണേട്ടനായിരുന്നു റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് പള്ളിയിൽ മൗലൂദ് നടക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പള്ളിയുടെ വരാന്തയിൽ വന്നിരുന്നത്. മുഹിമ്മാത്ത് സേഫ് ഹോം അത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഹിന്ദുക്കളെ കാണാൻ കഴിയും, ക്രിസ്ത്യാനികളെ കാണാൻ കഴിയും, മതമില്ലാത്തവരെ കാണാൻ കഴിയും. ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അന്നം കൊടുത്ത്, ചികിത്സ കൊടുത്ത്, അവരെ ആരോഗ്യപൂർണമായ അവസ്ഥയിലേക്ക്, മാനസികവും ശാരീരികവുമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സേഫ് ഹോമിൻ്റെ പ്രഥമമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈമാനോടുകൂടി മരിക്കാൻ അനുവദിക്കുക എന്നുള്ളത്. നമ്മൾ സേഫ് ഹോം തുടങ്ങിയ ആ പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും.
കൊറോണയുടെ ലോക്ക്ഡൗൺ വന്ന ആ ഒരു സമയത്ത് തൊട്ടടുത്ത ആരിക്കാടിയിലെ സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ ഇതരരുടെ ആലയത്തിൽ വെച്ച് മരിക്കുകയും അവരുടെ മതാചാരപ്രകാരം അവിടെ സംസ്കരിക്കുകയും ചെയ്ത ആ ദുരവസ്ഥക്ക് അറുതിയുണ്ടാകണം എന്ന് നമുക്ക് ഉദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ മാനുഷികമായ പരിഗണനയാണ് സേഫ് ഹോമിലേക്ക് നടക്കുന്നത്. പലപ്പോഴും അവിടെ നിന്ന് ആരുമില്ലാത്ത പ്രായം ചെന്ന ഉപ്പമാര് മരിക്കുമ്പോൾ ഇവിടുത്തെ കുല്ലിയയിലെ മക്കൾ പാതിരാ നേരത്തും സ്വന്തം ഉപ്പ മരിച്ചതുപോലെ ആ മയ്യത്തിന്റെ ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുന്നത്. അങ്ങനെ സേഫ് ഹോമിലെ മരണങ്ങൾ അധികവും മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാഇന് ശേഷമാണ് നടന്നിട്ടുള്ളത്. അപ്പോഴെല്ലാം നിയമപരമായ പേപ്പർ വർക്കുകൾ നമുക്ക് ചെയ്യണം. കാരണം മുഹിമ്മാത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും കേരള ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങൾക്കും അനുസൃതമായിട്ട് മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ഹോമിലേക്ക് ഒരാൾ വരുന്നെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് അറിയണം. ഒരാൾ മരിച്ചാൽ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയണം. അങ്ങനെ സുതാര്യമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി തുടങ്ങിയ സംവിധാനമാണ്. കഴിഞ്ഞ ഉറൂസിന്റെ ആരംഭ ദിവസം അതിൻ്റെ നമ്മൾ ശിലപാകിയിട്ടുണ്ട്, പുതിയ കെട്ടിടത്തിൻ്റേത്. അള്ളാഹു നമുക്ക് പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ വളരെ മുഖ്യമായ കുല്ലിയത്തു ദിറാസത്തുൽ ഇസ്ലാമിയ, ഈ നാട്ടിൽ പരിശുദ്ധമായ ദീനിന്റെ ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ച കുല്ലിയ, നേരത്തെ ദഅ്വാ കോളേജ്, ശരീഅത്ത് കോളേജ് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടര് വെറും കിതാബ് മാത്രം ഓതിയിരുന്നു, മറ്റൊന്ന് ഭൗതിക പഠനത്തോടുകൂടി, മറ്റൊരു ഹാഫിദുകൾ, അങ്ങനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു, നമ്മുടെ മുതഅല്ലിമീങ്ങൾ മുഴുവനും സ്കൂളും പഠിക്കണം. ഇനിയത്തെ കാലത്ത് മതത്തിൽ അഗാധമായ വിജ്ഞാനമുണ്ടാകുന്നതോടൊപ്പം തന്നെ ഭൗതിക തലത്തിൽ സർട്ടിഫിക്കറ്റുകൾ അനിവാര്യമാണ്. ആ അടിസ്ഥാനത്തിൽ കുല്ലിയത്തു ദിറാസത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ ജാമിയ മർക്കസു സഖാഫത്ത് സുന്നിയുടെ അഫിലിയേഷനോടുകൂടി, ജാമിയത്തുൽ അൽ ഇസ്ലാമിയയുടെ അഫിലിയേഷനോടുകൂടി അൽഹംദുലില്ലാഹ് 400-ലധികം വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഹിമമി പണ്ഡിതന്മാർ കർണാടകയുടെ വിവിധങ്ങളായ ഗല്ലികളിൽ ചെന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ തൗഹീദിൻ്റെ പ്രചാരണം നടത്തുന്ന ആ സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ച മുഹിമ്മാത്തിൻ്റെ സഹകാരികൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളുണ്ട്. അള്ളാഹു നമുക്ക് ആ ഒരു സന്തോഷം നിലനിർത്തി തരുമാറാകട്ടെ. ഈ സ്ഥാപനം ഇങ്ങനെ നടത്തുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ എമ്പാടും ക്യാഷുണ്ട്. ക്യാഷൊന്നുമില്ല. ഇവിടുത്തെ കമ്മിറ്റി യോഗങ്ങൾ കഴിഞ്ഞ 2-3 മാസവും കമ്മിറ്റി യോഗം കണക്ക് അവതരിപ്പിക്കുമ്പോൾ 30-40 ലക്ഷം ബാധ്യതകളോടുകൂടിയാണ്. എന്നാലും അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നന്നായി സഹായിക്കണം. ഇതിൻ്റെ സ്ഥിരമായ വരുമാനങ്ങളൊന്നുമില്ല. ചെറിയൊരു വരുമാനമായിരുന്നു ശാന്തിപ്പള്ളിയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ. അതിൻ്റേതായ നിയമക്കുരുക്കിൽ ഇന്നും സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അത് നോർമലി ടൈമിൽ വർക്ക് ചെയ്താൽ ഒരു വർഷത്തിൽ 35 ലക്ഷം രൂപ കിട്ടും. നമുക്കിവിടെ ഒരു മാസം തന്നെ 72 ലക്ഷം രൂപ വേണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നൽകുന്ന നേർച്ചകളാണ്. ഈ സ്ഥാപനത്തിലേക്ക് മുഅ്മിനീങ്ങൾ അരി നേർച്ച നൽകും. വാപ്പയുടെ ഹയാത്ത് കാലത്ത് ആളുകൾ വന്ന് സങ്കടം പറയും. നന്നായി നല്ല തൽസമാവാത്ത് അസ്മാഇന്റെ ചികിത്സ നടത്താൻ അറിയുന്ന ആള് തന്നെയാണ്. പക്ഷെ അപ്പരിപാടിക്കില്ല. ദർസുമായി വാപ്പ നിലനിന്നപ്പോൾ ആളുകൾ വന്നാൽ മന്ത്രിച്ചു കൊടുക്കും. അവരോട് പറയും, ഞാൻ ഇവിടെ മുഹിമ്മാത്തിൽ കുട്ടികളെ കൂട്ടി ദ്വാരുന്നുണ്ട്, നിങ്ങളെ കഴിവനുസരിച്ച് നിങ്ങളെ വിഷമം മാറിയാൽ നിങ്ങൾ മുഹിമ്മാത്തിലെ മക്കൾക്ക് അരി കൊടുക്കണമെന്നാണ് വാപ്പ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് നമ്മൾ തുടർത്തിപ്പോരുന്നത്. ഈ മുഹിമ്മാത്തിൻ്റെ ഓഫീസ് എല്ലാവരും വന്ന് പറയും, തങ്ങളെ ഇങ്ങക്ക് മർക്കസിൻ്റെ ഓഫീസ് പോലെ ആക്കിക്കൂടെ, അല്ലെങ്കിൽ മറ്റേ ഓഫീസ് പോലെ ആക്കിക്കൂടെ. അങ്ങനെ ആക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം ബസ് സ്റ്റാൻഡ് കണക്കെ പാവങ്ങൾ കയറി ഇറങ്ങുന്ന ഒരു ഇടമാണ് മുഹിമ്മാത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്.
കൂച്ചുവിലങ്ങുകൾ വെച്ച് ബാരിക്കേഡുകൾ വെച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഓഫീസല്ല മുഹിമ്മാത്തിൻ്റേത്. നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോൾ ഒരു ദിവസം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഓഫീസ് അവിടെ വന്ന് വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. ആളുകൾ വന്ന് 5 കിൻഡൽ അരിയുടെ ക്യാഷ് കൊടുക്കുകയാണ്. എന്തിനാ കൊടുക്കുന്നത്? ഭാര്യ ഗർഭിണിയായി 4ാമത്തെ മാസത്തിൽ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് അരക്ക് താഴെ കാണുന്നേ ഇല്ല, അതുകൊണ്ട് ഒഴിവാക്കണം. ഞാൻ മുഹിമ്മാത്തിലേക്ക് അരി നേർച്ചയാക്കി, മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി അരയില്ലാത്ത കുട്ടിയാണെങ്കിൽ പോന്നോട്ടെ. അൽഹംദുലില്ലാ പ്രസവിച്ചു നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് പ്രസവിക്കുന്നത്. മുഹിമ്മാത്തിലേക്ക് അരി നേർച്ചയാക്കിയത് കൊണ്ടാണ് അത് സാധ്യമായത് എന്ന് ആ ചെറുപ്പക്കാരൻ്റെ സന്തോഷമുള്ള വാക്കുകൾ പലപ്പോഴും ഇവിടെ സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മോട് സന്തോഷത്തിൻ്റെ കഥകൾ പറയുമ്പോൾ ശുക്രിൻ്റെ സുജൂദിൽ നിന്ന് തല ഉയർത്താൻ പറ്റാത്ത വിധം പടച്ച റബ്ബിനോട് നമ്മൾ കടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തോന്നിപ്പോകാറുണ്ട്. എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്കുള്ളത്. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് മാരകമായ രോഗങ്ങൾ ഡോക്ടർമാർ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞതും മുഹിമ്മാത്തിലേക്ക് അരി നേറുമ്പോൾ ആ അരി നേർച്ചയാക്കുന്നതിൽ എൻ്റെ രോഗം തീർച്ചയായും മാറും എന്ന് ഉറപ്പിച്ച ആളുകൾക്കൊക്കെ രോഗം മാറിയിട്ടുണ്ട്. മറ്റേത് അവിടം കൊടുക്കുക ഇവിടം കൊടുക്കുക, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള നിലപാടിൽ നേർച്ചയാക്കിയാൽ കിട്ടൂല്ല. അതങ്ങനെ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിമ്മാത്തിനെ സഹായിക്കുന്ന ആളുകൾ ഇന്നും ഇന്നലെയും എത്രയോ സഹോദരിമാര് നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് തങ്ങളെ കാണണമെന്ന് പറയൂ. എല്ലാവരോടും പറയാൻ ഇവിടെ ഒരു തങ്ങളേ ഉള്ളൂ, അതാ മക്കാമ് കിടക്കുന്നതാണ്. ഹയാത്ത് കാലത്തും മൗത്തിലും അങ്ങനെ തന്നെയാണ് സങ്കടങ്ങൾ പറയാൻ. മുഹിമ്മാത്തിൻ്റെ ഗേറ്റ് മലർക്ക തുറന്നു വെക്കുന്നത്, മുഹിമ്മാത്തിൽ ആളുകൾ വരുന്നു, നേർച്ചകൾ നൽകുന്നു, മക്കാമിൽ പോയി ഫാത്തിയോതി യാസീനോതി ഇഖ്ലാസോതി ദുആ ചെയ്ത് അവർ പോകുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുക. എത്രയെത്ര ഗർഭിണികളാണ് പ്രസവ വേദന എടുത്ത് ഡോക്ടർമാർ പറയുന്നു കുട്ടികൾ തിരിഞ്ഞു വരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് കുട്ടിയുടെ ഇടുപ്പ് കുറഞ്ഞിട്ടുണ്ട്, വേഗം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും. പുതിയ കാലത്ത് അത്തരം പേടിപ്പെടുത്തലുകൾ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, ഗർഭം എന്ന് പറയുന്നത്, പ്രസവം എന്ന് പറയുന്നത് രോഗമല്ല. രോഗമാകുമ്പോഴല്ലേ ചികിത്സ നടത്തേണ്ടത്. പ്രസവിക്കുന്ന സമയത്ത് അതെന്തല്ല, ഇവിടെ മൃഗങ്ങൾ പ്രസവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരും പ്രസവിക്കും. ഡസൻ കണക്കിന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളുടെ പ്രസവത്തെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ തന്നെയാണ് നമ്മുടെയും പ്രസവത്തെ നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം. ഏതായാലും അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഇവിടത്തേക്ക് അരി നേർച്ചയാക്കിയ എത്ര അനുഭവങ്ങൾ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഓരോ ആളുകൾ വന്ന് വിദേശ നാടുകളിൽ കേസിൽ അകപ്പെട്ടു പോയത് ഒരിക്കലും നാട്ടിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയവരൊക്കെ വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സംഭവങ്ങൾ. തീർച്ച ഇവിടെ നിങ്ങൾ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന ഐത്താമുകൾ, നിങ്ങൾ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന പാവങ്ങൾ, നിങ്ങൾ നൽകിയ അരി ഭക്ഷിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങൾ റബ്ബിനെ കൊള്ള കൈ ഉയർത്തുമ്പോൾ റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ ദുആകളൊന്നും തട്ടപ്പെടില്ല എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഉറൂസിൻ്റെ ഭാഗമായി 3333 കിൻഡൽ അരി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ SYSന്റെ മുസ്ലിം ജമാഅത്തിൻ്റെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ സംഗമങ്ങൾ നടന്നപ്പോൾ ഓരോ ഇടങ്ങളിൽ നിന്നും ധാരാളം കിൻഡൽ കണക്കിന് അരി ഏറ്റെടുക്കുകയും നൽകുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തെ സഹായിച്ചാൽ നമ്മൾ ദുആ ചെയ്താലും ഇല്ലെങ്കിലും മനസ്സിലാക്കണം, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഹിമമിമാർ അവർ ചെയ്യുന്ന വലിയ ദൗത്യത്തിൻ്റെ പ്രതിഫലം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഇവിടെ വിശാലമായ ഖതമുൽ ഖുർആനിൻ്റെ മജ്ലിസുണ്ട്. നമ്മുടെ ഉറൂസിൻ്റെ ഭാഗമായി നടക്കുന്ന മജ്ലിസുകളെല്ലാം തന്നെ നമ്മുടെ വാർഷിക സദസ്സുകളാണ്. എല്ലാ മാസവും
ഇവിടെ അഹ്ദലിയ മജ്ലിസ് മഹ്ദറത്തുൽ ബദരിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചൊല്ലിപ്പോരുന്നതിൻ്റെ വാർഷിക സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാ മാസവും അറബി 17-ാം തീയതി നമ്മൾ ബദർ മൗലൂദ് ചൊല്ലി ദുആ ചെയ്യുന്നുണ്ട്. കൊറോണ കാലത്ത് നമ്മൾ ആരംഭിച്ചു വെച്ച മങ്കൂസ് മൗലൂദ് എല്ലാ ദിവസവും അസറിന് ശേഷം ചൊല്ലി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസത്തിലും വാപ്പ ഹയാത്ത് കാലത്ത് ചൊല്ലിയിരുന്ന മുഹിയുദ്ദീൻ റിഫായി റാത്തീബുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. നമ്മളിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകൾക്ക് എല്ലാ മാസവും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഇരിഞ്ഞ് ഒരൊറ്റ മജ്ലിസിൽ നിന്ന് തന്നെ 48ഓളം ഖത്മുകൾ നമ്മൾ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. തീർച്ച ആ മജ്ലിസുകളിൽ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരാളെയും നമ്മൾ വിട്ടുപോകാറില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ സഹായിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നേതൃത്വം നൽകിയ ഒരുപാട് മഹത്തുക്കളുണ്ട്. എപ്പോഴും നമ്മൾ അവരെ ഓർക്കാറുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന, ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എച്ച് അബൂബക്കർ നമുക്ക് മറക്കാൻ കഴിയില്ല. മരണം വരെ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന സി അബ്ദുള്ള മുസ്ലിയാർ ഉപ്പള, ഈ സ്ഥാപനത്തിൻ്റെ പ്രഥമ ട്രഷററായി ദീർഘകാലം സേവനം ചെയ്ത CH മുഹമ്മദ് കുഞ്ഞി പട്ല, കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞ സ്ഥാപനത്തിൻ്റെ സീനിയർ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞിച്ചായം അന്തുജി മുഗർ എന്ന് പറയുന്നവർ, ഈ സ്ഥാപനത്തിൻ്റെ ട്രഷററായി താഹിറുൽ അഹ്ദൽ തങ്ങളുടെ വലം കൈയായി വർത്തിച്ച മുബാറക് അബ്ദുള്ള കുഞ്ഞിയാജിയെ നമ്മൾ മറക്കുന്നില്ല. ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റും കർണാടകയിൽ സുന്നത്ത് ജമാഅത്തിന് വലിയ നേതൃത്വം നൽകിയിരുന്ന ഉസ്മാനാജി മിത്തൂർ, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഈ സ്ഥാപനത്തിന് വലിയ ഖിദ്മത്ത് ചെയ്ത മമ്മി ഹാജി, ഇതിൻ്റെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബായാർ അബ്ദുള്ള മുസ്ലിയാർ ഫാത്തിഹ ഓതിക്കൊണ്ടാണ്. അവരെ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ, ഇതിൻ്റെ കമ്മിറ്റി അംഗവും ഇവിടുത്തെ മുദരിസായിരിക്കെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഷേഖുന വെള്ളിപ്പാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, അന്നം ഉസ്താദ്, ഈ സ്ഥാപനത്തിൻ്റെ ശബ്ദമായിരുന്ന ഇസുദ്ദീൻ സഖാഫിയെ നമ്മൾ എന്നും ഓർക്കാറുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ 23 വർഷത്തെ സദർ മുഅല്ലിമായി സേവനം ചെയ്ത ആദം സഖാഫിയെ നമ്മൾ മറക്കുന്നില്ല. ബനാത്തിൻ്റെ മാനേജറായിരിക്കെ മരണപ്പെട്ട മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ AKG നഗറിനെ നമ്മൾ ഓർക്കുകയാണ്. ഇവിടെ സ്കൂളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടത്തിൽ നമ്മെ പിരിഞ്ഞ ഉബൈദ് മാസ്റ്ററെ നമ്മൾ മറന്നിട്ടില്ല. നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന പലരും ഉണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വലിയ ഗുണകാംക്ഷികളായിരുന്ന ഈ മഹല്ലത്തുകാരായിരുന്ന കുമ്പുച്ചയെ നമ്മൾ മറക്കുന്നില്ല. അവരുടെ ആണ്ടും പാപ്പയുടെ ആണ്ടും ഒരേ ദിവസമാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും സജീവമായിരുന്ന SI അബ്ദുള്ള സാഹിബ് കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടു പോയത്. നമ്മുടെ ഹിമമി പണ്ഡിതന്മാരിൽ നിന്ന് പൊലിഞ്ഞുപോയ അനീഫ് ഇമമിയെ, തൗസീഫ് ഇമമിയെ, മുഹിയുദ്ദീൻ ഇമമിയെ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് യതീംഖാനയിൽ നിന്ന് മരിച്ചുപോയ മിയാനും, ബനാത്തിൽ നിന്ന് മരിച്ചുപോയ അൻവറയെയും, ഷേണിയിലെ സുദ്ദീഖിനെയും, വെള്ളാരയിലെ അഷ്റഫിനെയും നമ്മൾ ഓർക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം മാത്രം ഇവിടുന്ന് പൊലിഞ്ഞുപോയ പുഷ്പങ്ങളായിരുന്ന ജസ്വാദിനെയും യുസ്ദാനെയും ഞങ്ങൾ ഓർക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. മുഹിമ്മാത്തിൻ്റെ വാപ്പയുടെ നേതൃത്വത്തിൽ ഉറുമിയിൽ നിന്ന് ഇങ്ങോട്ട് സുന്നത്ത് ജമാഅത്തിന് വലിയ നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്തുക്കായിച്ചയെ നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ PU അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അന്തുക്കായിച്ച, അതുപോലെ സേക്കാലി ആജിമാർ, മാഹിനാജി ഉൾപ്പെടെ ധാരാളം അബ്ബാസ് ആജി ഉൾപ്പെടെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പഴയ പൂർവ്വകാല മിനുട്സുകൾ എടുത്തു നോക്കിയാൽ ഈ സമയത്ത് പാറകളിലുണ്ടാകുന്ന മുളി വിറ്റ് ലേലം ചെയ്ത് ആ കാശ് കൊണ്ട് സ്ഥാപനം നടത്തിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന ഓർമ്മ നമുക്ക് വേണം. നമ്മുടെ ഇവിടുത്തെ വുമൺസിൻ്റെ ശരിയയിലെ ഉസ്താദായിരിക്കെ മരണപ്പെട്ടു പോയ ഷാഫി സഹദി, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഖദമുൽ അദ്ലിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അങ്ങനെ ഈ പരിസരത്തിൽ നിന്ന് നമ്മുടെ അൻസാറിൻ്റെ ഉപ്പ കട്ടത്തെടുക്ക കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് മരിച്ചുപോയത്. പയോട്ടത്തങ്ങളും അതുപോലെ തന്നെ ഇസുദ്ദീൻ സഖാഫിയുടെ ഉപ്പയും, അങ്ങനെ ധാരാളം ആളുകൾ
ഇവിടുത്തെ ഖബർസ്ഥാനിയിൽ തന്നെ ഉണ്ട്. അള്ളാഹു അവർക്കെല്ലാം ദറജകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താഹിറുൽ അഹ്ദൽ തങ്ങൾ ഒരു സയ്യിദാകുന്നതോടൊപ്പം തന്നെ നന്നായി പഠിക്കുകയും പഠിച്ച ഇൽമുകൾ അമലുകളായി പ്രകടിപ്പിക്കുകയും അത് പുതുതലമുറക്ക് പകർന്നു നൽകുകയും ചെയ്തു. ആ ഒരു കബൂലിയത്താണ് നമുക്കിന്നിവിടെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മൾ നേർച്ചകളും സംഭാവനകളും സ്വരൂപിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലേക്കും പോകും. റമദാനിൽ പോകും, ഷഅബാനിൽ നമ്മൾ ഒരു വട്ടം പോയി, ഒരു റബീഉൽ അവ്വൽ കഴിയുമ്പോൾ കലണ്ടറും ആയിട്ട് പോകും. ഒരിക്കലും ആരും നമ്മോട് വിഷമം പറഞ്ഞിട്ടില്ല. റമദാനിൽ നമ്മളിപ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെടാണ്. സാധാരണ പോകുന്നൊരിടം വിട്ടുപോയാൽ ഞങ്ങളെന്തേ പരിഗണിക്കാത്തത്, ഞങ്ങളെ പൈസൊന്നും വേണ്ടേ എന്ന് ചോദിച്ച് സങ്കടം പറയുന്ന എത്രയോ ആളുകളുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യമായി ജനങ്ങളിലേക്ക് ഇവിടുത്തെ ഉസ്താദുമാരിറങ്ങുമ്പോൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ പല പ്രായമുള്ള ഉമ്മമാരും പറയും, ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും കൂടി വരണം. എന്തേ? ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല, പെൻഷൻ കിട്ടിയിട്ട് വേണം ഈ സ്ഥാപനത്തിന് തരാൻ. ഇന്ന് തന്നെ ഈ ഒരു ഹിമമിയുടെ, കൊണ്ടങ്കേരി അബ്ദുറഹ്മാൻ ഹിമമിയുടെ ഉപ്പ കഴിഞ്ഞ വർഷം മരിച്ചതാണ്. സ്വർണത്തിൻ്റെ 3 ആഭരണങ്ങൾ മകൻ്റെ കയ്യിൽ കൊടുത്തയച്ചു മുഹിമ്മാത്തിലേക്ക് നൽകാൻ. ഇങ്ങനെ മുഹിമ്മാത്തിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ സഹായിക്കാൻ ഒരുപാട് വഴികളുണ്ട്. സ്വതക്ക എന്ന പേരിൽ നേരത്തെ തന്നെ താഹിറുൽ അഹ്ദൽ തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് അവസാനമായി ചേർന്ന യോഗത്തിലെടുത്തൊരു തീരുമാനമാണ് 100 രൂപ മാസത്തിൽ തരാൻ പറ്റുന്ന ആളുകൾ സ്വതക്ക എന്ന പേരിൽ അതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിലൊരുപാട് ആളുകൾ അംഗങ്ങളായി അവർ മാസാമാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും കൂടി അതിനെ പരിഷ്കരിച്ചിട്ടുണ്ട്. 100 തരുന്നവർക്ക് 200, അങ്ങനെ എത്രയാണോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ആ രീതിയിൽ ഇവിടെ നമ്മൾ സ്കാനർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്ത് നിങ്ങളുടെ പേര് വിവരങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്താൽ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടും. ഈ സ്ഥാപനത്തിൽ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തക്കാഫുൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഒരു വർഷം 24,000 രൂപ തരുന്ന തക്കാഫുൽ പദ്ധതി നമുക്കുണ്ട്. നേരത്തെ പറഞ്ഞ ഓർഫൻ ഹോം കെയറിലേക്ക് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് 1500 രൂപ നൽകുന്ന ഹദിയത്തു മഹബ്ബ എന്ന പേരിലുള്ള സംരംഭം നമുക്കുണ്ട്. അതുപോലെ തന്നെ മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ പറയാൻ മാത്രം 10-25 ലക്ഷം രൂപ എല്ലാ വർഷവും നമ്മൾ വിനിയോഗിക്കാറുണ്ട്. അത് നിങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ നിന്നെടുത്തല്ല ചെലവാക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഫണ്ട് കണ്ടെത്തുകയാണ്. ആ പ്രകീർത്തന സദസ്സിൻ്റെ വിജയത്തിന് 1000 രൂപ വർഷത്തിൽ നൽകുന്ന ഈ മഹബ്ബ, ഹദിയത്തു മഹബ്ബ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ ചേരാം. പിന്നീട് സ്ഥാപനം നിങ്ങളുമായി ബന്ധപ്പെടും. അങ്ങനെ സ്ഥാപനത്തിൻ്റെ ഡൊണേഷൻ ബോക്സുകളുണ്ട്, അതേപോലെ തന്നെ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി ഈ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കണം. തിങ്കളാഴ്ച ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം അത് അങ്ങനെ തന്നെ മുഹിമ്മാത്തിലേക്ക് നൽകുന്ന സാധുക്കളുണ്ട്. മുത്തുനബി ജനിച്ച ദിവസമാണല്ലോ ഇന്ന് ഞാൻ അധ്വാനിക്കുന്നത്. മുത്തുനബി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇൽമു പഠിപ്പിക്കുന്ന, ഐത്താമുകൾ സംരക്ഷിക്കുന്ന സംരംഭത്തിനാകട്ടെ എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഖൈറു നൽകുമാറാകട്ടെ. സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്തേണ്ടതുണ്ട്. സേഫ് ഹോമിൽ ഇപ്പോൾ ആണുങ്ങളെ മാത്രം പാർപ്പിക്കാനേ നമുക്ക് സൗകര്യമുള്ളൂ. സ്ത്രീകൾക്ക് കൂടി സൗകര്യമാകണം. ഇവിടുന്ന് നോക്കിയാൽ നേരെ റോഡിൻ്റെ അപ്പുറത്ത് 3 നില ബിൽഡിങ് പെൺകുട്ടികളുടെ ഹിഫ്ളിൻ്റേത് നടക്കുന്നുണ്ട്. അവിടെ വിശാലമായ ഗേൾസിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവിധാനം നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അള്ളാഹു വഴികൾ എളുപ്പാക്കി തരട്ടെ. 21 ഏക്കർ സ്ഥലം വാങ്ങി മദീനത്തു സയ്യിദ് താഹിറുൽ അഹ്ദൽ എന്ന് നമ്മൾ പേരിട്ട് വലിയ മൗലൂദോതി ഒരു സ്ഥലം തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. പ്രൊജക്റ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കാൻ നമുക്കാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാവരും വലിയ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. മുഹിമ്മാത്തിൻ്റെ വിഷയങ്ങൾ വന്നാൽ കരുതി വെച്ച്, അല്ലെങ്കിൽ അതൊരു ബാധ്യതയായി മനസ്സിലാക്കി പിന്നീട് ഇവിടെ കൊണ്ടുതരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ. തീർച്ച നിങ്ങൾ നൽകുന്നതൊന്നും അസ്ഥാനത്തല്ല, ദുനിയാവിലും ആഖിറത്തിലും
നിങ്ങൾക്ക് വലിയ ഫലം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. താഹിറുല്ലഹദിൽ തങ്ങൾ, ഞാനൊന്നു പറഞ്ഞോട്ടെ, വാപ്പയുടെ ജീവിതത്തിൻ്റെ വലിയ കാലമൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് 14 വയസ്സുണ്ടാകുമ്പോൾ വഫാത്തായി പോയിട്ടുണ്ട്. ആ ഓർമ്മ വെച്ച കാലം എന്നല്ല, ഡയാലിസിസ് ചെയ്തിരുന്ന 9 മാസമുണ്ടായിരുന്നു. ആ ഒരു 9 മാസം എന്ന് പറയുന്നത് ഒന്നും ഒഴിവാക്കൂല. തലേ റമദാനിൽ ആഴ്ചയിൽ 3 ഡയാലിസിസാണ്. 4 മണിക്കൂർ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് തന്നെ എത്ര ക്ഷീണമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നോമ്പ് നോറ്റെടുത്ത് കണ്ടാണ് വാപ്പ ഡയാലിസിസ് ചെയ്തിരുന്നത്. അപ്പോൾ മൈലാമാർക്ക് സംശയം ഉണ്ടാവും, നോമ്പ് മുറിയൂല. വാപ്പ പറഞ്ഞത് കൊമ്പ് വെക്കുക, കൊത്തി വെക്കുക എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ആധുനിക രൂപമാണ് ഡയാലിസിസ് എന്ന് ഞാൻ കണ്ടെത്തുന്നു. അങ്ങനെയാണ് കേടുവന്ന രക്തം ഒഴിവാക്കി വൃത്തിയാക്കുന്നതാണല്ലോ ഡയാലിസിസ്. അങ്ങനെ നോക്കാം. കഷ്ടപ്പെട്ടിട്ട് എന്തിനാ നോമ്പ് വെക്കുന്നത്? അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടായില്ലെങ്കിലോ? മർക്കസിൽ ഖത്തമുൽ ബുഖാരിക്ക് വാപ്പ വരുന്നത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നരമ്പുകളൊക്കെ ഒപ്പിച്ച് ഇതൊക്കെ ഒട്ടിച്ച സമയത്താണ് ഖത്തമുൽ ബുഖാരിക്ക് പോകുന്നത്. എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഉണ്ടായില്ലെങ്കിലോ? അങ്ങനെ ആ റമദാനിൽ മുഴുവനും നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കരിച്ചൊരുക്കടുത്താണ്. അങ്ങനെ ഒരു 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇശാവും അതേപോലെ തന്നെ തറാവിയും വിത്തറും അങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന, വേച്ച് കതച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് നമ്മൾ ഓർക്കുകയാണ്. അതുമാത്രം മതിയാകും. ആ റമദാൻ മാത്രം മതിയാകും വാപ്പക്ക് സ്വർഗം ലഭിക്കാൻ. അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ടാണ് ആ റമദാനുകൾ കഴിഞ്ഞുപോയത്. ആ റമദാനിൽ ഒരുപാട് ഇവിടെ വന്ന് എല്ലാ ബാധ്യതകളും തീർത്തു എന്ന് മാത്രമല്ല, വാപ്പ മരിച്ചപ്പോൾ വാപ്പൻ്റെതൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഉമ്മയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും ഒരു 5000 രൂപയും ഇങ്ങനെ കെടുക്കാണ്. അപ്പം ആ ക്യാഷ് എന്തപ്പം ഒരു 5000 ഉമ്മൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും ഉമ്മ ഓർത്തെടുത്തത് കല്യാണം കഴിയുന്ന സമയത്ത് വലിയാപ്പ ഉമ്മയുടെ വാപ്പക്കൊരു ഹദിയയായിട്ട് കൊടുത്തു. അപ്പോൾ വാപ്പ പറഞ്ഞു, നിങ്ങളെ മകളെ കെട്ടുന്നതിൻ്റെ പേരിൽ നിങ്ങൾ തന്നാൽ മകളെ തലാക്ക് ചെല്ലുകയോ മറ്റോ ആയിപ്പോൾ ഇത് തിരിച്ചു തരാനൊന്നും എന്നെ കൊണ്ടാവൂല, പൊരുത്തപ്പെട്ടിട്ട് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ വല്യാപ്പ പറഞ്ഞു, കുറേ മക്കൾ എനിക്ക് വേണം, ഞങ്ങൾ 11 ആളുണ്ട്. വല്യാപ്പക്ക് കൊടുത്ത വാക്കാണ് വാപ്പയുടേത്. അൽഹംദുലില്ലാഹ്, എ പി ഉസ്താദ് എപ്പോഴും പറയുന്നത് പോലെ 7 പെങ്ങന്മാരെ കെട്ടിച്ചപ്പോൾ അതിൽ 6 ആളുകളും സഖാഫിമാരാണ്. വല്യാപ്പക്ക് കൊടുത്ത ആ ഒരു വാക്കുപോലെ പെങ്ങന്മാരെ കെട്ടിച്ചത് എല്ലാ മൊയ്ലാമാർക്ക് 6 ആളുകൾ സഖാഫിമാരാണ്. എ പി ഉസ്താദ് എപ്പോഴും ആ ഒരു സന്തോഷം പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ പറയാറുണ്ട്, അവസാനം 14ാം വാർഷിക കഴിഞ്ഞ് പള്ളിയുടെ റൂമിലേക്ക് വാപ്പ പോയി ഇവിടെ ഉണ്ടായിരുന്ന മുബാറക് ഹാജിയെ, അമീർ ഹാജിയെ, അതേപോലെ നമ്മളെ ബാംഗ്ലൂർ ഖാദർ ഹാജിയെ വിളിച്ചു, നാളെ രാവിലെ എൻ്റെ വീട്ടിലൊന്ന് വരണം. വന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ മുഹിമ്മാത്തിൻ്റെ സേവന പ്രവർത്തന കാലത്ത് ഒരു ഫിൽസ് പോലും ഓർമ്മയിൽ മുഹിമ്മാത്തിൻ്റെതായി ഞാൻ എടുത്ത് ചെലവഴിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മക്കേട് കൊണ്ടോ അബദ്ധത്തിലോ വല്ല തെറ്റും എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും വീടുകയും ബാക്കി എൻ്റെ ഖബറിലേക്കാകണം എന്ന് പറഞ്ഞുകൊണ്ട് AKG നഗറിലുള്ള 9 ഷോപ്പ് റൂമുകളും 10 ക്വാർട്ടേഴ്സും മുഹിമ്മാത്തിൻ്റെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞത് അതുവരെ അഹ്ദൽ കോംപ്ലക്സ്, അഹ്ദൽ ക്വാർട്ടേഴ്സ് എന്നാണ് വാപ്പ പറഞ്ഞു വെച്ചു. അതിൻ്റെ പേര് മാറ്റിയിട്ട് മുഹിമ്മാത്തിൻ്റെ കോംപ്ലക്സ് എന്ന് എഴുതി വെക്കണം. എല്ലാ ബാധ്യതകളും തീർത്ത് അവസാനം ഉമ്മയുടെ കയ്യിലേക്ക് ഒരു പച്ച ഷാളിൽ കുറച്ച് ക്യാഷ് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മുഹിമ്മാത്തിൻ്റെ ക്യാഷാണ്, കരുതൽ ധനമായി ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന ആളുകളെ വിളിച്ച് അത് ഏൽപ്പിക്കണം. 7.5 ലക്ഷം രൂപയായിരുന്നു അതുണ്ടായിരുന്നത്. തീർന്നില്ല, ഇവിടുത്തെ ഇഫുദിലെ ഉസ്താദായിരുന്ന സലാം നിളാമി ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ച 40 ദിവസം കുട്ടികളെ കൊണ്ട് ഓദിക്കണം. ആ ഓദിക്കുന്നതിന് ക്യാഷ് ബീവിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ മരണത്തിലേക്ക് ഒരുങ്ങി അവസാനം വാപ്പക്കുണ്ടായിരുന്നൊരു സങ്കടം,
ഈ ഹോസ്പിറ്റലും ഡയാലിസിസും ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നഴ്സുമാർ വന്ന് പലതും ചെക്കാക്കും. പാപ്പ പറയുന്നത്, എനിക്ക് അഞ്ചന്മാർ കുറേ ഉണ്ട്, ഈ അഞ്ചന്മാരുടെ ഭാര്യമാരുടെ മുഖം എങ്ങനത്തേത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിൽ അമ്മായിമാരും മുത്തച്ഛിമാരും എന്തൊക്കെ പറയും. അങ്ങനെ സ്വന്തം വീട്ടിൽ തറവാട്ടിലുണ്ടാകുന്ന സമയത്തും പിന്നീടും അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കാറില്ല. അവരെന്തല്ല, എനിക്ക് അന്യരായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനത്തെ എനിക്ക് റബ്ബ് കണക്കാക്കിയത് ഈ നഴ്സുമാരിങ്ങനെ വന്ന് പരിശോധിക്കുന്നതാണല്ലോ. എൻ്റെ മരണം ഇവർക്ക് നടിയിലായി പോകുമോ എന്ന സങ്കടം വാപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു. വാപ്പയുടെ ആഗ്രഹം പോലെ തന്നെ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഇവിടുത്തെ ഹാഫിളീങ്ങൾ, യാസീനോതുന്ന, റഅദ് ഓതുന്ന, ബുറുദ ചൊല്ലുന്ന നല്ല മജ്ലിസിൽ വെച്ച് ഈ ശഅബാനിൽ മരിക്കാൻ കഴിഞ്ഞത് തീർച്ച ജീവിതത്തിൽ പുലർത്തിപ്പോന്ന സൂക്ഷ്മതയാണ്. മരിക്കുന്നതിന് മുമ്പ് അന്ന് എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ ഹോസ്പിറ്റലിൽ കൊണ്ടാകത്തെ, എന്തേ ICUയിലേക്ക് കൊണ്ടാകത്തത്, ചെറിയ പ്രായത്തിൽ വിഷമത്തോടു കൂടി ഞങ്ങൾ അത് കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത് വാപ്പ ജീവിതത്തിൽ പറയാത്തതാണ്. ബുധനാഴ്ച തൊട്ട് പറഞ്ഞത്, ഞാൻ മരിക്കുകയാണ്, നമ്മൾ മരിച്ചു, നമ്മൾ സ്വർഗത്തിലാണ് എന്ന്. നമ്മളോടല്ല പറയുന്നത്, സുൽത്താനുൽ ഉലമയോടാണ്, MA ഉസ്താദിനോടാണ്. മറ്റൊന്നും പറയാതെ ഈ വാക്കുകൾ മാത്രം വളരെ വ്യക്തമായി കേൾക്കുന്നത് കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു, ഏതായാലും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ ബുറുദ ചൊല്ലുന്ന മജ്ലിസിൽ വാപ്പക്ക് മരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു ദറജകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, കാസർഗോഡ് എന്ന് പറയുന്നത് ഉറൂസുകളുടെ നാടാണ്. ഈ ഉറൂസുകളുടെ നാട്ടിൽ ഇവിടെ ഒരു മജ്ലിസ് വേണമല്ലോ, നമുക്കൊരു ഉറൂസ് വേണമല്ലോ എന്ന് പ്രവർത്തകർ വന്ന് പറയുമ്പോൾ വാപ്പ തമാശക്ക് പറഞ്ഞു, കുത്തിയക്കാര ഉറൂസ് എന്ന് പറയുന്നത് മുഹിമ്മാത്തിൻ്റെ വാർഷികമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുഹിമ്മാത്ത് സ്ഥാപിച്ചത് 1992 ഫെബ്രുവരി 14. ഈ ഫെബ്രുവരി 14 ഒരു ശഅബാൻ 10 ആയിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. അതേപോലെ ഒരു ശഅബാൻ 10-നാണ് താഹിറുൽ അഹ്ദൽ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുഹിമ്മാത്തിൻ്റെ വാർഷികവും ഇവിടുത്തെ ഉറൂസും ഒരേ ദിനത്തിലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ബറക്കത്തുള്ള ഒരു സയ്യിദാൽ സ്ഥാപിച്ച ഈ സ്ഥാപനം SYS-ൻ്റേതാണ്, മുസ്ലിം ജമാഅത്തിൻ്റേതാണ്, പ്രവർത്തകരാണ് ഇതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മുഹിമ്മാത്തിൻ്റെ പദ്ധതികളിൽ എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിച്ച എല്ലാ സയ്യിദന്മാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ധാരാളം സയ്യിദന്മാർ, അൽഹംദുലില്ലാ. റബീഉൽ അവ്വൽ മാസം 1 മുതൽ 12 വരെ വിപുലമായ മജ്ലിസുണ്ട്. വാപ്പയുടെ വഫാത്തിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് അങ്ങനെ വിപുലമായി തുടങ്ങിയത്. അതുതന്നെ അസറിന് ശേഷം. എന്തിനാണ് അസറിന് ശേഷം നടത്തുന്നത്? അസറിന് ശേഷമാകുമ്പോൾ മഹല്ലത്തുകളിലൊക്കെ മൗലൂദ് ഉണ്ടാവും. ഇശായിന് ശേഷം, മഗ്രിബിന് ശേഷം, സുബഹിക്ക് ശേഷം. ആ സമയത്ത് ഇവിടെ മൗലൂദ് വെച്ചാൽ മുഅ്മിനീങ്ങൾക്ക് ഈടെ കൂടാൻ പറ്റൂല. അവർ വെക്കുന്ന സമയത്ത് വെച്ചാൽ അവിടെ നടക്കുന്നതിന് ഭംഗം വന്നുപോകും. അതുകൊണ്ട് എല്ലാവരും സംബന്ധിക്കണം എന്ന രീതിയിലാണ് നമ്മുടെ പ്രകീർത്തന സദസ്സ് അസറിന് ശേഷം വാപ്പ സംവിധാനിച്ചത്. വാപ്പയുടെ ഹയാത്തിൽ തന്നെ ആ വർഷം പരിസരത്തുള്ള സയ്യിദന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ നേതൃത്വം കൊടുത്തത് നമ്മൾ ഓർക്കുകയാണ്. അൽഹംദുലില്ലാ, ഡസൻ കണക്കിന് വലിയ സയ്യിദന്മാർ നമ്മുടെ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളുണ്ട്, സമസ്തയുടെ നേതാക്കളുണ്ട്, SYS-ൻ്റെ സഹപ്രവർത്തകരുണ്ട്, SSF-ൻ്റെ കൂട്ടുകാർ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മഹത്തായ അദലിയ അൽമിയ മജ്ലിസിൽ മഹ്ദറത്തുൽ ബദരിയക്ക് നേതൃത്വം നൽകി ദുആ കൊണ്ട് അനുഗ്രഹിച്ച സയ്യിദ് ജലാലുദ്ദീനുൽ ബുഖാരി തങ്ങൾ മദ്ഹർ സ്വാഗതം അറിയിക്കുന്നു. ഈ മഹത്തായ മജ്ലിസിൽ അധ്യക്ഷത വഹിക്കുന്നത് മുഹിമ്മാത്തിൻ്റെ ഉപാധ്യക്ഷരും കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് ഹസനുൽ ഹദൽ തങ്ങളാണ്. ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും ജാമിയ മർക്കസിൻ്റെ ചാൻസലറും കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനുമായ സി മുഹമ്മദ് ഫൈലി ഉസ്താദാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ മഹത്തായ മജ്ലിസിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദാണ്. സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഈ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി അംഗം കൂടിയായ ഹുസൈൻ സഅദി ഉസ്താദ് നമുക്ക് പ്രഭാഷണം നടത്തിത്തരും. ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ, ആദൂർ ഷാഫി ബഅലവി തങ്ങൾ വളപട്ടണം, KPS തങ്ങൾ നാലാമയിൽ, അബ്ദുൽ കരീം തങ്ങൾ, സയ്യിദ് ഹബീബുൽ അഹ്ദൽ തങ്ങൾ, അങ്ങനെ തുടങ്ങി ധാരാളം സയ്യിദന്മാരുണ്ട്. പ്രാസ്ഥാനിക നേതാക്കൾ എമ്പാടുമുണ്ട്. സയ്യിദ് ത്വൽഹത്ത് തങ്ങൾ, സയ്യിദ് മുത്തുക്കോയ തങ്ങൾ പരപ്പനങ്ങാടി അടക്കം അള്ളാഹു എല്ലാ സയ്യിദന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷർ BS അബ്ദുള്ള കുഞ്ഞി ഫൈലി നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉസ്താദുമാർ ഇവിടെ ധാരാളമുണ്ട്. ജാമിയ മർക്കസിലെ അക്കാദമി ഓഫ് ഖുർആൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറും മുദരിസുമായ അബൂബക്കർ സഖാഫി പന്നൂർ നമ്മുടെ വേദിയിലുണ്ട്. മുനീർ ബാക്കവി തുരുത്തി ഇവിടുത്തെ നേരത്തെ മുദരിസായിരുന്നു, ഇപ്പോൾ വിദേശത്താണ്. ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അബ്ദുസ്സലാം ദാരിമി ഉസ്താദ്, ഇബ്രാഹിം ദാരിമി ഗുണാജ്, മുഹമ്മദ് അലി അഹ്സനി ഉൾപ്പെടെ അബ്ബാസ് സഖാഫി ചേരൂർ അടക്കം, അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി അടക്കം, ഹാഫിൽ അൻവർ സഖാഫി താജുശ്ശേരിയുടെ മകനാണ്. അവിടുത്തെ ഉറൂസ് ഈ മാസത്തിൻ്റെ അവസാനം നടക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് CN അബ്ദുൽ ഖാദർ മാസ്റ്റർ അടക്കം, CL അമീദ് സാഹിബ് ഉൾപ്പെടെ അലി ഹാജി പൂച്ചക്കാട്, നാസർ ബന്താട് തുടങ്ങി പേര് പറഞ്ഞവരും പറയാത്തവരുമായി ധാരാളം ആളുകളുണ്ട്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പോർക്കുക, മറവികൊണ്ടാണ്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലേലും അള്ളാഹു പേര് പറയുന്ന നാളിൽ നമ്മുടെ പേരുകളൊക്കെ ഉയർത്തിപ്പറയുമാറാകട്ടെ എന്ന സ്വാഗതം എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ഖൈറ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് സയ്യിദ് ഹസനുൽ ഹദൽ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.